നമസ്കാരം സുഹൃത്തുക്കളെ. ഇപ്പം ഞാൻ ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. പേര് ചിത്രകല എന്നാണ്. അപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അത് ചിത്രകലയെ സംബന്ധിച്ചുള്ള ഒരു യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഈ വീഡിയോ ഇപ്പം ഞാൻ ഒരു ആൻഡ്രോയിഡ് ആപ്പിൽ ഗോളം വരച്ച് അതിൻ്റെ നിഴലും കൂടി വരയ്ക്കുന്ന രീതിയാണ് കാണിച്ചു തരുന്നത്. ഈ ആൻഡ്രോയിഡ് ആപ്പിലാണ് ഇത് വരയ്ക്കുന്നത്. അപ്പം ആദ്യമേ തന്നെ പറയുകയാണ്, എനിക്ക് പ്രൊഫഷണലായിട്ടുള്ള ഒരു ട്രെയിനിങ് വരയ്ക്കുന്നതിൽ കിട്ടിയിട്ടില്ല. എങ്കിലും ഇപ്പം ഞാൻ വരയ്ക്കുന്ന രീതിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഒരു നല്ല കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഞാനിപ്പം ഇതിൻ്റെ ഓഡിയോ സെപ്പറേറ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വീഡിയോയുമായിട്ടുള്ള ഒരു സിങ്ക് കാണാൻ സാധ്യതയില്ല. എങ്കിലും ഇപ്പം ഞാനിപ്പോൾ ഒരു ക്രോസ് ലൈനും ഒരു ഹൊറിസോണ്ടൽ ലൈനും വരച്ചിട്ടുണ്ട്. ഒരു ക്രോസ് ലൈൻ വരച്ചിട്ടുണ്ട്. അതിൽ ക്രോസ് ആയിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഐസൈറ്റിന് മുകളിലുള്ളത്, ആ ലൈനിൻ്റെ മുകളിലും ഐസൈറ്റിന് താഴെയുള്ളത് ആ ലൈനിൻ്റെ താഴെയായിട്ട് വരയ്ക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് ലൈൻസ് മുകളിലോട്ടും താഴോട്ടും ഇട്ടത്. നെടുകയുള്ള ലൈൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഉള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ വിന്യാസം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗോളം വരയ്ക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് ലൈറ്റിങ്, അതായത് നിഴലും വെളിച്ചവും ഒരു ചിത്രത്തിൽ എങ്ങനെയാണ് ഇമ്പോർട്ടൻ്റ് ആകുന്നത് എന്ന് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യം ഒരു വട്ടം വരച്ച് ഒരു ഗ്ലോബ് എന്ന് പറയുന്ന ഒരു വൃത്താകൃതിയിലല്ലേ വരുന്നത്. അപ്പം ഒരു വട്ടം വരച്ചിട്ട് അപ്പം അതിൻ്റെ അകത്തെ ഡീറ്റെയിൽസ് കൊടുത്തു വരുമ്പോഴത്തേക്കിന് എങ്ങനെയാണത് ഒരു ഗോളമായിട്ട് നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോ കാണുന്നതിലൂടെ മനസ്സിലാക്കാം. ഇപ്പോൾ ലൈറ്റ് വരുന്ന ഡയറക്ഷനാണ് മുകളിൽ ഇപ്പോൾ ഒരു ആരോ മാർക്ക് വരച്ച് ഞാൻ അടയാളപ്പെടുത്തുന്നത്. ലൈറ്റ് ഇങ്ങനെ ആ സൈഡിൽ നിന്ന് വരുമ്പോഴത്തേക്കിന് ഗ്ലോബിൻ്റെ ഒരു സൈഡിൽ വെട്ടവും മറു സൈഡിൽ നിഴലും, താഴെ നിഴലും ഉണ്ടായിരിക്കും. അപ്പം നമുക്കൊരു ഐഡിയ വേണം. അപ്പം ഒരു വരയ്ക്കുന്ന ഒരു രൂപം, പല രൂപങ്ങൾ കണ്ടിട്ടാണല്ലോ നമ്മൾ ചിത്രങ്ങൾ വരയ്ക്കുന്നത്. അപ്പം നമ്മൾ വരയ്ക്കാൻ പോകുന്ന രൂപത്തിനെ കുറിച്ചൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പിന്നെ നിഴലും വെളിച്ചമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ആ ചിത്രത്തിന് കൂടുതൽ ഒറിജിനാലിറ്റി തോന്നും. ഇപ്പം ഞാനിവിടെ ഈ ആൻഡ്രോയിഡ് ആപ്പിൽ കളറ് സെലക്ട് ചെയ്യുകയാണ്. കളറ് സെലക്ട് ചെയ്തിട്ട് നമുക്കൊരു ബ്ലൂ കളറ് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ബ്രഷാണ് ഇപ്പോൾ സെലക്ട് ആയിട്ടിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഗ്ലോബിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെ ഈ കളറ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ ലൈറ്റ് കളർ എടുക്കുന്നു. എന്നിട്ട് ബ്രഷിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുന്നു. മൊത്തമായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഈ വൃത്തം മൊത്തം ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഇവിടെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വൃത്തം മൊത്തം ഫില്ല് ചെയ്ത് നമ്മൾ എടുക്കണം. ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ബ്ലൂ കളർ വൃത്തം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ലൈറ്റ് നമ്മൾ വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് ലൈറ്റ് കാണുന്ന ആരോ മാർക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ലൈറ്റ് വരുന്നത് ഏകദേശം വൃത്തത്തിൻ്റെ സൈഡിൽ ഒരു മോൾസ് ഭാഗത്തായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ലൈറ്റ് കളർ സെലക്ട് ചെയ്തിട്ട് ആ ഒരു സ്പോട്ടിൽ, ഇപ്പോൾ ഈ സ്പോട്ടിൽ നമ്മളിങ്ങനെ ഒരു വൃത്താകൃതിയിൽ ഒരു ലൈറ്റ് വീഴുന്ന ഒരു ഭാഗം നമ്മൾ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യുമ്പോൾ മനസ്സിലാക്കുക, അവിടെ ആ ഭാഗത്താണ് ലൈറ്റ് വീഴുന്നത്. അപ്പോൾ നമ്മൾക്ക് കണ്ടാൽ അറിയാമല്ലോ, ഒരു ഗ്ലോബ് അല്ലെങ്കിൽ ഒരു ഗോളത്തിന് ലൈറ്റ് വീഴുമ്പോൾ അത് എങ്ങനെയാണ് ആ ഗോളത്തിൻ്റെ മുകൾ ഭാഗത്ത് പ്രതിഫലിക്കുന്നതെന്ന് നമ്മൾ ഒരു പന്താണെങ്കിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിഴൽ വീഴുന്ന ഭാഗം നമുക്ക് ഇങ്ങനെ കറുത്ത ഒരു കളറ്, കുറച്ച് ഡാർക്കായിട്ടുള്ള കളറ് സെലക്ട് ചെയ്തിട്ട് താഴെ ഭാഗത്ത്, അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് ഇങ്ങനെ നമുക്ക് വരച്ചു കൊടുക്കാം നിഴൽ വീഴുന്ന സ്ഥലം. ഇപ്പം ഈ നിഴലും വെട്ടവും ഈ നിഴലും
നമ്മളെങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു ചിത്രത്തിൽ എങ്ങനെ യൂസ് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ചിത്രത്തിൻ്റെ ഒറിജിനാലിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിഴൽ നമ്മൾ അപ്പം ഇവിടെ വരച്ച് കഴിഞ്ഞു. മുകൾ ഭാഗത്ത് ലൈറ്റ് വീഴുന്ന ഭാഗം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. യഥാർത്ഥത്തിലുള്ള ആ ഗ്ലോബിൻ്റെ ഗോളത്തിൻ്റെ കളറും പിന്നെ ആ വൈറ്റ് കളറും കൂടെ നമ്മൾ ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇങ്ങനെ മിക്സാക്കി നമുക്കെടുക്കാം. ഇതിപ്പോൾ ആപ്ലിക്കേഷനിലായതുകൊണ്ട് കൈക്കൊരു ചെറിയ വഴക്കം കിട്ടാനുണ്ട്. മൊബൈലിലൊന്നും അങ്ങനെ അത്ര വരച്ച് പരിചയമില്ലാത്തത് കൊണ്ട് ആണ് ഇങ്ങനെ മിക്സിങ് ഒന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല. എങ്കിലും നമുക്കൊരു ഏകദേശ രീതിയിൽ മിക്സാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ പറയാം, ഇപ്പം ഞാൻ അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റൊന്നും അല്ല. എങ്കിലും ചെറിയ രീതിയിലൊക്കെ ചിത്രങ്ങളൊക്കെ വരയ്ക്കാറുണ്ട്. അപ്പം എൻ്റെ രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റോ കുറ്റങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ക്ഷമിക്കുക. പിന്നെ ഈ ചാനൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും തുടർന്നുള്ള വീഡിയോസൊക്കെ ഓരോ ചിത്രങ്ങൾ ഞാൻ വരയ്ക്കുന്നതായിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ ഒറിജിനലായിട്ടത് എടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിപ്പം ആൻഡ്രോയിഡ് ആപ്പിലാണെങ്കിലും മറ്റേത് ഒരു മൊബൈൽ വെച്ച് ഒരു വീഡിയോ പിടിച്ച് ഇതിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനാണ് എനിക്ക് ഭാവിയിലുള്ള തീരുമാനം. അപ്പോൾ വരയ്ക്കാൻ ഇഷ്ടപ്പെടുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വരയ്ക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റോ കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾ ക്ഷമിക്കുക. പിന്നീട് നമ്മൾ കൂടുതൽ സാധാരണ ഇപ്പോൾ എല്ലാവർക്കും വരയ്ക്കാനുള്ള കഴിവുകൾ ഉണ്ടെന്ന് വരില്ല. എങ്കിലും ഒരു ഏകദേശം നമ്മുടെ കുട്ടിക്കാലത്തൊരു 10-70% പേർക്കും വരയ്ക്കാനൊക്കെ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നീട് അത് പല പല ജോലികളും ടെൻഷനും ഒക്കെ ആയി നമ്മൾ മറന്നു പോകുന്നതാണ്. അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു ചാനൽ നല്ലതാണ്. ഇപ്പം ഞാൻ വരയ്ക്കുന്ന രീതി കണ്ട് മനസ്സിലാക്കി. യൂട്യൂബിലൊക്കെ അനവധി വീഡിയോസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അതിലൊക്കെ ഓരോരുത്തർ വരയ്ക്കുന്ന രീതികളൊക്കെ കണ്ടിട്ടാണ് ഞാനും വരയ്ക്കാൻ തുടങ്ങിയത്. നേരത്തെ എൻ്റെ ചെറുപ്പം മുതലേ വരയ്ക്കുമായിരുന്നുവെങ്കിലും കുറച്ചും കൂടെ ഒന്ന് മോട്ടിവേഷൻ ആയത് ഇതുപോലുള്ള വീഡിയോകൾ കണ്ടിട്ടാണ്. അപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു ഐഡിയ തോന്നുന്നത്, യൂട്യൂബിലൊരു ഇങ്ങനെ വരയ്ക്കുന്ന വീഡിയോസ് ഇട്ട് മറ്റുള്ള ആൾക്കാരത് കണ്ട് എന്തെങ്കിലുമൊക്കെ പ്രയോജനമാകട്ടെ എന്നുള്ളൊരു രീതിയിലാണ് ഈ വീഡിയോയും ഞാൻ എടുക്കുന്നത്. അപ്പം നമ്മൾ ഈ ഷെയ്ഡിങ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇത് മിക്സ് ആക്കുന്നുണ്ട് കളറുകൾ. അപ്പം അതെല്ലാം നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഈ താഴെ നിഴലിൻ്റെ ആ ഭാഗത്തുനിന്ന് ഡാർക്ക്നെസ് കുറഞ്ഞ് മോളി വെട്ടം പതിക്കുന്നിടത്ത് ഒരു വൈറ്റ് ഷെയ്ഡിലേക്ക് മിക്സ് ചെയ്തെടുക്കണം. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു ഗോളം വരയ്ക്കുന്നത്. കുറച്ചുകൂടെ സൂം ചെയ്ത് കാണിക്കാം. അപ്പോൾ ഈ രീതിയിൽ ഇത് മനസ്സിലാക്കുക. ലൈറ്റിങ് എങ്ങനെയാണ് ഒരു ചിത്രത്തെ സ്വാധീനിക്കുന്നത് എന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഏകദേശം ഒരു ഗോളത്തിൻ്റെ രൂപം നമുക്ക് ഈ മിക്സിങ്ങിലൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ ലൈറ്റിങ്ങിൽ ഉള്ള ഒരു പൊതുവായ ഒരു ഐഡിയ കിട്ടുക എന്ന് മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത വീഡിയോസൊക്കെ ഇനിയിപ്പം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ പറയാം. ചിലപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് ഇതിൽ കമൻറ്റ് ചെയ്യുക. ഇതെങ്ങനെയാണ് ഇത് മിക്സ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ. അതൊക്കെ ഞാൻ അന്നേരം വന്ന് അതിനുള്ള ആൻസർ കമൻറ്റിൽ കൂടി തന്നെ ഞാൻ നൽകുന്നതായിരിക്കും. അപ്പോൾ താഴെ നമുക്ക് നിഴൽ വരയ്ക്കാം. നിഴൽ വരയ്ക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ നിഴൽ തുടങ്ങുന്ന ഭാഗത്ത് നല്ല ഡാർക്ക് കളറായിരിക്കും. പിന്നീട് മുകളിലോട്ട് പോകുന്തോറും മറ്റുള്ള വെട്ടം അടിക്കുന്നതിനനുസരിച്ച് ആ ഡാർക്ക് കളർ മാറി കുറച്ചുകൂടെ ലൈറ്റാകും. ഈ വെട്ടം നമ്മൾ തീരുമാനിക്കുന്ന പോലെയാണ്. വെട്ടം എത്രയോ തീവ്രമായിട്ടുള്ള വെട്ടമാണെങ്കിൽ നിഴൽ അന്നേരം കൂടുതൽ കാണില്ല. കുറച്ച് ലൈറ്റായിട്ടുള്ളൊരു നിഴൽ മാത്രമേ കാണുള്ളൂ. ഇതിപ്പം കുറച്ച് ഒരു
ദൂരെ നിന്നും അല്ല, അന്നൊരു മീഡിയം ദൂരത്തു നിന്നുള്ള ലൈറ്റാണ് ഇപ്പോൾ അടിച്ചിരിക്കുന്നത്. അപ്പം മുകളിൽ നിന്നുള്ള ലൈറ്റിൻ്റെ ഇതനുസരിച്ച് ഗോളാകൃതിയല്ലേ, നമ്മൾ ഗോളമല്ലേ വരയ്ക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഒരു ഓവൽ ഷേപ്പിലുള്ളൊരു നിഴലായിരിക്കും താഴെ വരുന്നത്. അപ്പം നമ്മൾ ആ നിഴൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഔട്ടർ ഏരിയ വരുമ്പോൾ കുറച്ച് ലൈറ്റായിട്ടും ഇന്നർ ആയിട്ടുള്ള ഭാഗത്തിൽ കുറച്ചുകൂടെ ഡാർക്കായിട്ടും വരും. അപ്പോൾ കളറ് മിക്സ് ചെയ്യുമ്പോഴും ഉള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നിഴലിനെപ്പോഴും ബ്ലാക്ക് കളറായിരിക്കുമല്ലോ, മറ്റേത് നമ്മുടെ യഥാർത്ഥ വസ്തുവിനുള്ള കളറ് നിഴലിന് കിട്ടില്ലല്ലോ. അപ്പോൾ നിഴൽ വരയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചില്ല് പാത്രമോ അങ്ങനെയുള്ള സ്ഫടിക ഭാഗമോ അല്ല അങ്ങനെയുള്ള എന്തെങ്കിലും വസ്തുക്കളാണെങ്കിൽ ഉണ്ടാകുന്ന നിഴലിനും അതേ കളറായിരിക്കും. അപ്പം ഞങ്ങൾ ഗൈഡ് ലൈൻസ് ഒന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം ആ ഇരിക്കുന്ന പ്രതലം ഒന്ന് കളറ് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴും കുറച്ചുകൂടെ ഒറിജിനാലിറ്റി നമുക്ക് കിട്ടും. പ്രതലത്തിന് ഞാനൊരു കളർ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ലൈറ്റായിട്ടുള്ളൊരു കളർ കൊടുക്കുകയാണ്. ഇപ്പം ഈ കളർ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു ഗോളം ഇരിക്കുന്ന ഒരു എഫക്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ആ നിഴലൊക്കെ കറക്റ്റായിട്ട് വന്ന് നമുക്കൊരു ഒറിജിനാലിറ്റി നമുക്കിപ്പം തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ദയവായിട്ട് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഞാനത് തിരുത്താൻ ശ്രമിക്കുന്നതാണ്. ഇപ്പം ഇതിൻ്റെ ഔട്ടർ ഭാഗം ഒന്ന് ഡാർക്കാക്കി കൊടുക്കുകയാണ്. ഈ ആപ്ലിക്കേഷൻ വരയ്ക്കുന്നതുകൊണ്ട് കുറച്ചൊന്ന് കൈക്ക് വഴക്കം കിട്ടുന്നില്ല. ഇനിയിപ്പോൾ വരുന്ന വീഡിയോസിൽ ഞാൻ യഥാർത്ഥത്തിൽ പേപ്പറിൽ വരയ്ക്കുന്നതായിട്ടുള്ള വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഇത്രയും ശ്രദ്ധിക്കുക. ലൈറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കുക, ഓപ്പോസിറ്റ് വരുന്ന ഒരു വസ്തുവിൻ്റെ മുകളിൽ കൂടിയുള്ള ആ ലൈറ്റിങ് ഓപ്പോസിറ്റിലൊരു നിഴലുണ്ടാക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സംശയങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. മറക്കാതെ വരുന്ന വീഡിയോസ് എല്ലാം കാണാൻ ശ്രമിക്കുക. പിന്നെ ഓരോരുത്തരുടെ രീതിയൊക്കെ പിന്തുടരുന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇത് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ശരി, നന്ദി, നമസ്കാരം.